ഇന്ന് ഓഗസ്റ്റ് 3 7 അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തമിഴ് സിനിമയായ പറന്തപ്പോ അപ്ഡേറ്റ് ആണ്. റാം സംവിധാനം ചെയ്ത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഓഗസ്റ്റ് 5 OTT റിലീസാകുകയാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ ലഭ്യമാകും. രണ്ടാമത്തേത് മറ്റൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലവ് മാരേജ് എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഫാമിലി എന്റർടൈനർ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നും ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 14 സിനിമ OTT റിലീസ് ആകുമെന്നൊരു അപ്ഡേറ്റാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഓ എന്താണ് ബേബി എന്നാണ് ചിത്രത്തിന്റെ പേര്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഈ ആഴ്ച ഓഗസ്റ്റ് 8 സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുന്നതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വലിയ ഡിസാസ്റ്ററായി മാറിയ ഒരു മലയാളം സിനിമയാണല്ലോ കപ്പ്. തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഒരു വർഷത്തിനടുത്തായെങ്കിലും സിനിമ ഇനിയും OTT റിലീസ് ആയിട്ടില്ല. ഇപ്പോഴത്തെ സിനിമ അമൃത ചാനലിൽ സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിന് ശേഷം യൂട്യൂബിലൂടെ സിനിമയുടെ റിലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഒരു തെലുഗു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. അടുത്ത ആഴ്ച ഓഗസ്റ്റ് 14 OTT റിലീസ് ആകുന്ന സീരീസ് ആണ് കോൺസ്റ്റബിൾ കനകം. ഈ സീരീസ് ETV വിൻ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതാണ്. ജൂൺ അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയമാകാനാവാതെ പോയ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമകളിൽ ഒന്നാണല്ലോ മാ. ഈ ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഓഗസ്റ്റ് മാസം 20 ശേഷം OTT റിലീസ് ആകുന്നതാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനത്തേത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ സുരേഷ് ഗോപിയുടെ JSK ജാനകി വീവേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5 സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ. സിനിമ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 14 OTT റിലീസ് ആകുമെന്ന ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒഫീഷ്യൽ OTT പ്രഖ്യാപനം കൂടി വരേണ്ടതായിട്ടുണ്ട്. ആ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ വരും. കാത്തിരിക്കൂ കൂടുതൽ OTT വാർത്തകൾക്ക്.